അപ്പം IFCയുടെ ചാർട്ട് ബ്രേക്കിംഗ് നമുക്ക് നോക്കാം. ഇപ്പം തുടക്കത്തിൽ നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പുതിയ എൻട്രി ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നേരത്ത് നമുക്കാണെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ 4 hour 2 hour അപ്പോഴത്തെ ഒരു സൗകര്യം പോലെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് മാത്രം നമ്മൾ ചെയ്യുന്നൊരു അനാലിസിസ് ആണിത്. അല്ലാതെ നമ്മൾ ഫാൻസി ആയിട്ടുള്ളൊരു കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മുടെ ചാനലിനകത്ത് എപ്പോഴും നമ്മൾ ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം വീഡിയോസ് മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക. കാരണം ഓരോ വീഡിയോസിനകത്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും വിട്ട് കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം സമയം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു 99 ഒരു ജാനുവരി മുതലുള്ളൊരു ചാർട്ടാണിത്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോഴത്തേക്ക് അറിയാം യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്തൊരു ചാർട്ട് പോലെ കിടക്കുന്നത്. എങ്ങനെ നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിനകത്ത് ചെയ്തു നോക്കാം. എന്താ ഒന്ന് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് നമുക്കടി ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാം. പിന്നെ അതാ ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് നമുക്കിങ്ങനെ വരച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. താഴെ ഉണ്ടോ, താഴെ നല്ലൊരു വോളിയവും എല്ലാം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു എൻട്രി ആണെന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ ടാർഗറ്റൊക്കെ ഞാൻ ഫിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത്ര സിമ്പിളായിട്ട് ഞാൻ ഫിക്സ് ചെയ്യത്തുള്ളൂ. ഇതാ ഇത്രയേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് റെസിസ്റ്റൻസ് കണ്ട് ഇവിടെ ഒന്ന് ചേർത്ത് വരയ്ക്കും. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം നമുക്ക് എങ്ങനെ കളിച്ചാലും നാട്ടി ഇത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അതൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടില്ല. അപ്പം നമ്മൾ ഇത്രയും തന്നെ എത്തുമ്പോൾ തന്നെ ഒരു 200% നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഒന്നുമില്ല. ഇവിടെ എത്തിയിട്ട് ഇവിടെ സെല്ലേഴ്സ് വന്നു, പിന്നെ ബയ്യേഴ്സ് മുകളിലോട്ട് ചെറിയ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും പിന്നെ താഴോട്ടൊരു ഫോളാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിത് മുകളിലോട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇംപ്രവൈസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ നമുക്കറിയാമല്ലോ. നമ്മൾ പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് അത് ഇംപ്രവൈസ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞ് നല്ലൊരു ഫോളാണ് താഴേക്ക് വന്നേക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞു വിടുക. കാരണം അത് പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒന്ന് മനസ്സിലാകും അതെന്തായാലും. പിന്നെ ഇത്രയും ഒരു ഏരിയയിൽ ഹ്യൂജായിട്ട് ഒരു താഴോട്ടൊരു പോക്കാണ് വന്നേക്കുന്നത്. എന്നാലും അത്രയ്ക്ക് വെർട്ടിക്കലായിട്ട് ഈ ഒരു രീതിയിലല്ല. എന്നാലും ഈ ഏരിയയിലൊക്കെ മേടിച്ചവർ ഈ ഒരു താഴോട്ടുള്ള പോക്കൊക്കെ വളരെയായിട്ട് കഷ്ടപ്പെട്ടത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പം നമ്മൾ ഈ വരച്ചേക്കുന്നെല്ലാം നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. നമുക്കപ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ എൻട്രി, അതുകൊണ്ട് പുതിയ വരകൾ ഇതെല്ലാം റിമൂവ് ചെയ്യുക. അപ്പം ആ ഒരു ഏരിയയിൽ ഇവിടെ പലയിടത്തായിട്ട് നമുക്ക് എൻട്രി നമുക്ക് കണ്ടെത്താം. എന്താണ്ട് ഇവിടെ ഒരു എൻട്രി ഉണ്ട്, ഇവിടെ ഒരു എൻട്രി നമുക്ക് കണ്ടെത്താം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് കണ്ടെത്താം. അതെല്ലാം പോട്ടെ, നമുക്ക് പുതിയ കാര്യങ്ങൾ നോക്കാം. അപ്പം ചുമ കളർ കണ്ട എല്ലാവർക്കും അടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നത് കൂടെ നമുക്ക് നീല കളർ ഇടാം ചുമ്മാ. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അപ്പം സീരിയസ് ആയിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇത്രയേ ഉള്ളൂ. പുതിയ കാര്യത്തിലോട്ട് വരാൻ നേരത്ത് നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നല്ലൊരു പോക്കാണ് താഴോട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ചാനലിനകത്താണ് ഇത് ഭൂരിഭാഗം കിടന്ന് കളിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ പലവട്ടം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 1 2 3 ഇതിനിടയ്ക്ക് എല്ലാം മുകളിലോട്ട് എത്താൻ പറ്റുന്നില്ല. അവിടെ നല്ല സെല്ലിങ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഏരിയയിലും പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ പോലും 2-3 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണ് ഒരു ബ്രേക്ക് നടന്നത്. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇതെല്ലാം പോട്ടെ, എല്ലാം പോട്ടെ. അപ്പം നമുക്കറിയാം ഈ ഒരു ഏരിയ ഇപ്പം ഒരു റെസിസ്റ്റൻസ് ഒക്കെ അല്ല, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് താഴെ പോയി കഴിഞ്ഞിട്ട് എന്തോരം നല്ല പോക്കാണ് പോയേക്കുന്നതെന്ന്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഇതുകൂടെ പറയാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങാനും ബ്രേക്ക് ആയാലോ എന്ന് ഓർത്തിട്ട് ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ഇല്ലാതെ വാങ്ങിക്കുന്നവർ ഏത് രീതി പണി കിട്ടുമെന്ന് കണ്ടോ. 75% അതിലൊരു 100% അടുത്ത് തന്നെ താഴോട്ട് പോയിട്ടുണ്ട്. എത്ര ദിവസം അത് ഹോൾഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. എത്ര ദിവസം നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റും. എത്ര ദിവസത്തോളം നമുക്കിത് കഷ്ടപ്പെട്ട് ഹോൾഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതായത് ഈ ഏരിയയിലൊക്കെ വാങ്ങിച്ചവർ
ഈ ഏരിയയൊക്കെ ബ്രേക്ക് ഔട്ട് ആയേക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് നമ്മൾ കോൺഫിഡൻസ് വേണം. ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ലെന്നൊക്കെ നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലെല്ലാം കുറ്റക്കാരിക്കുന്നൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും. അപ്പം ആ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, കൂടുതൽ പണികൾ അതേപോലെ മേടിക്കാതിരിക്കുക. അപ്പം നമുക്ക് ഇത് പോട്ടെ, നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ കുഴപ്പമില്ലാത്തൊരു വോളിയത്തോടു കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുഴപ്പമില്ലാത്തൊരു വോളിയത്തോടു കൂടി ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ചെറിയൊരു റീടെസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ അത് മുകളിലോട്ട് തന്നെയാണ് പോയേക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് തട്ടി നിൽപ്പുണ്ട്, നമുക്ക് അതിലോട്ടൊക്കെ വരാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരത്ത് നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് പോകാം. ഒരു ഡെയിലിയിലോട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഡെയിലി ടൈം ഫ്രെയിമാണിത്. നമ്മൾ വീക്കിലിയിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഡെയിലിയിലോട്ട് വന്നു. അപ്പോൾ നമുക്കിതിനൊരു റെസിസ്റ്റൻസ് നമുക്കൊന്ന് വരയ്ക്കാം. തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമം നടത്തി, പക്ഷെ അത് താഴോട്ട് വന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി, പക്ഷേ അത് താഴോട്ട് വന്നു. ആ ഒരു താഴോട്ട് വരൽ എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. കാരണം ഈ ഒരു ഏരിയ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേര് കാണും. അവർക്ക് പേടിക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടുന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, കുഴപ്പമില്ലാത്ത വോളിയം നമുക്ക് തൊട്ട് താഴെ കാണാം. നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു പോക്കെന്ന് പറയുമ്പോഴത്തേക്ക് റീടെസ്റ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ താഴോട്ടുള്ള പോക്ക് നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, കാരണം ആരും അങ്ങനെ അത്രയ്ക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ലെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കടന്നിട്ട് ബ്രേക്ക് ഔട്ടിന് ഇടയ്ക്ക് തന്നെ കയറി ആരും സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ലല്ലോ. അതെപ്പോഴും ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ വെക്കണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ എപ്പോൾ ബ്രേക്ക് ആകുന്നോ അപ്പോൾ തൊട്ട് മുകളിലോട്ട് കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. കണ്ടോ, ഈ ഒരു ഏരിയ ഒന്ന് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു കാര്യം അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് നേരിട്ടേക്കാം ഈ ഒരു ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ അതൊക്കെ ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസേ ഉള്ളൂ. ഒരിക്കലും അത് കേട്ടിട്ട് ഈ കേട്ടിട്ടൊന്നും ആരും ചാടി കയറിയൊന്നും വാങ്ങിക്കാതിരിക്കുക. പിന്നെ നമുക്കൊരു വീക്കിലിലോട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ കിടപ്പുണ്ട്. ഓൾ ടൈം ഹൈ പലപ്പോഴും ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴെങ്ങും അല്ല. ഇപ്പോൾ ഒരു 61 രൂപയിലല്ലേ കിടക്കുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇതാണ്ടിത് ഒരു കൃത്യമല്ല ഞാൻ വെക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ ചാർട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കൃത്യമെങ്കിൽ കൃത്യം ഇതാ ഒരു 118 to 120 റേഞ്ചിൽ. അതൊക്കെ എത്താൻ വേണ്ടി ഇനിയും സമയം എടുക്കും. വീക്കിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡബിൾ ബോട്ടം പോലോ അല്ലെങ്കിൽ ഒരു കപ്പ് പോലത്തേക്ക് ഒരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. പക്ഷേ പാറ്റേണിൻ്റെ പേരിലല്ല നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ളൊരു പ്രൈസ് ആക്ഷൻ. നിങ്ങളതൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം നിങ്ങളുടെ ഒരു വ്യൂ പോലെ കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. ഞാൻ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു നല്ല ക്യാൻഡിൽ എന്ന് പറയാൻ കാര്യം, താഴോട്ട് പോയിട്ട് നല്ല രീതിക്ക് തന്നെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ബയ്യേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ക്യാൻഡിലാണല്ലോ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞത്. ഇതൊരു ഡെയിലിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം ഓൾമോസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അലേർട്ടായിരിക്കേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ, ഈ ഒരു യെല്ലോ പോലെ നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഒന്ന് അലേർട്ടാകുക. ഇവിടുന്ന് വാങ്ങിച്ചവർ, ഈ ഒരു ബ്രേക്ക് ഔട്ട് വാങ്ങിച്ചവർ ഇപ്പോൾ പേടിച്ച് വിൽക്കേണ്ട ആവശ്യമില്ല. ഇത് മുകളിലോട്ട് തന്നെ ഒരു പോക്കിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിൽ അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇത് ബ്രേക്ക് ആയാൽ മാത്രം ഒന്ന് അലേർട്ടാകുക. അപ്പോൾ ഇവിടെ വാങ്ങിച്ചവർക്കൊന്നും ഒരിക്കലും ലോസ് അങ്ങനെ നിലവിൽ വരാൻ ചാൻസ് ഇല്ല. ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യുക. കാരണം നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ. കാര്യം നിങ്ങൾക്ക് A-Z കാര്യങ്ങൾ ഈ ഒരു ചാർട്ടിനെ പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഒരു വ്യൂവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും നല്ല രീതിക്ക് വരച്ച് പഠിക്കുക. അപ്പം ഒരുപാട് പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഞാൻ ചെറുതാക്കി ഒന്ന് വെക്കാം. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് യൂസ്ഫുള്ളായ രീതിയിൽ നിങ്ങൾക്ക് ചാർട്ടിലോട്ടൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.